ഈസ് ഏതാണ്ട് നേരം വൈകുന്നു, രാത്രിയോട് അടുക്കുന്നു. ഇപ്പോഴും സമാനമായ രീതിയിൽ ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണോ നീങ്ങുന്നത്? ഇപ്പോഴും എവിടെയെങ്കിലും ഇതുപോലെ ഡ്രോൺ സ്ട്രൈക്കുകളോ മിസൈൽ സ്ട്രൈക്കുകളോ ഏൽക്കുന്നതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ദുബായിൽ നിന്ന്? സുഹൈല്, നിലവിൽ ബഹ്റൈൻ കേന്ദ്രീകരിച്ചാണ് ഈ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. 3 കെട്ടിടങ്ങളിൽ കാര്യമായ തോതിലുള്ള കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരാളെ രക്ഷപ്പെടുത്തി എന്നുള്ളൊരു വിവരം അത് ലഭിക്കുന്നുണ്ട്, സ്ഥിരീകരിച്ച് തന്നെ നൽകാൻ കഴിയും. പക്ഷേ ഈ ബഹ്റൈനിലെ കൂടുതൽ സ്ഥലങ്ങളിൽ ഈ ആളുകൾ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളിൽ, റെസിഡൻഷ്യൽ മേഖലകളിൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പല അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെയും നൽകുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ്. മറിച്ച് UAE-യിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 തവണയാണ് ഇന്ന് ആകെ UAE-യിലേക്ക് ആക്രമണം ഉണ്ടായത്. ഈ 4 തവണയും ആക്രമണത്തെ ചെറുക്കാൻ കഴിഞ്ഞു. അബുദാബിയിൽ ഉച്ചയ്ക്കുണ്ടായ ഒരു മരണം മാത്രമാണ് ഒരു കാഷ്വാലിറ്റി ആയിട്ടുള്ളത്. വൈകിട്ടോടു കൂടി ദുബായിലേക്ക് കൂടി ഈ ആക്രമണം വ്യാപിച്ചു എന്നുള്ളതാണ് ആശങ്കയുള്ളത്. അത് പാം ജുമേറയിലേക്ക് ഒരു ആക്രമണം ബാധിക്കുകയും ഒപ്പം തന്നെ ഒരു ഫ്ളാറ്റിന് മുന്നിൽ തീപിടുത്തമുണ്ടായി. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അത് ഗുരുതരമായ പരിക്കല്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണ് UAE-യുടെ കാര്യം. പക്ഷേ ബഹ്റൈൻ ഒപ്പം തന്നെ കുവൈറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ മേഖലകളിലൊക്കെ വലിയ തോതിലുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതും ഒക്കെ ഡിഫ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആഭ്യന്തര മന്ത്രാലയം ഒപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയം ഒക്കെയും പറയുന്നുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണിട്ടുണ്ട്, ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഈ സമയത്ത് പുറത്തു വരുന്നത്. അപ്പോൾ ആ തോതിൽ ഈ കുവൈറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കുറേയധികം റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ ഓൾറെഡി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വലിയ അപ്പുറത്തേക്ക് ഈ പറയുന്ന ഇവരുടെ പരമാധികാരത്തിന് മേൽ ഇറാന്റെ മിസൈൽ പതിക്കുന്ന സ്വാഭാവികമായ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കോട്ടമാണ്. റീറ്റാലിയേഷനിലേക്കൊന്നും കടക്കാനുള്ള സാധ്യത ഈ മണിക്കൂറുകളില്ലല്ലോ. സുഹൈൽ, ഈ ഒരു ഘട്ടത്തിൽ അതില്ല എന്ന് പറയേണ്ടി വരും. കാരണം അല്പസമയം മുമ്പ് സൗദിയുടേതായിട്ട് വന്ന ഒരു പ്രതികരണം ഈ ഘട്ടത്തിൽ തങ്ങൾ കൂടുതൽ കടന്നൊരു പ്രതികരണം നടത്തുന്നില്ല എന്നുള്ളത് സൗദി ഔദ്യോഗികമായി അത്തരത്തിലൊരു പ്രതികരണം നടത്തുകയുണ്ടായി. ഈ ഒരു സമയത്ത് ഇതിൽ കടന്ന്, അതായത് ആക്രമണത്തെ അപലപിക്കുന്നു, തിരിച്ചടിക്കാൻ ഉള്ള പവർ തങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം തങ്ങൾക്ക് ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം തന്നെ തങ്ങളുടെ പരമാധികാരത്തിന് നേരെ വന്നു കഴിഞ്ഞാൽ അത് ഏത് വിധേനയും ചെറുക്കും എന്ന് UAE-യും സൗദിയും ഒപ്പം തന്നെ മറ്റ് ഈ ആക്രമിക്കപ്പെട്ട രാജ്യങ്ങളൊക്കെയും പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് കടന്നൊരു ഒന്നുകൂടി സംസാരിക്കാൻ ഈ പറയുന്ന ഒരു രാജ്യങ്ങളും തയ്യാറായിട്ടില്ല, രാഷ്ട്ര തലവന്മാർ തയ്യാറായിട്ടില്ല. ഇവർ തമ്മിൽ നിരന്തരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് വൈകിട്ടോടുകൂടി എല്ലാ രാഷ്ട്രത്തിലെ തലവന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.